എത്തിയിട്ടുള്ളത് കുരിയച്ചിറ സെന്റ് പോൾസ് കോൺവെന്റ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എന്താണ് ഇവിടെ വന്നതെന്ന് മനസ്സിലായോ? നമ്മുടെ തൃശ്ശൂർ ഇപ്രാവശ്യം സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് കപ്പുമായിട്ട് വന്നപ്പോൾ ആ ഒരു സ്വർണ്ണ കപ്പ് 26 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ കൊണ്ടുവരാനായിട്ട് ഒരു കുട്ടി 3 ഐറ്റത്തിലാണ് പങ്കെടുത്തിട്ട് നല്ലൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കറിയാം ഈ ഒരു വർഷത്തിന്റെ ഈ ഒരു കപ്പ് കിട്ടുന്നതിന്റെ ആ ഒരു പ്രത്യേകത അറിയാലോ. വെറും ഒരു പോയിന്റിലാണ്, ആ ഒരു വ്യത്യാസത്തിലാണ് നമുക്ക് 1ാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു കുട്ടി ആ ഒരു സ്പെഷ്യൽ ആയിട്ട് 3 ഐറ്റത്തിലാണ് സ്റ്റേറ്റ് കലോത്സവത്തിലെ എ ഗ്രേഡുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയൊരു പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു കപ്പിന് വേണ്ടിയിട്ട് ആ കൊച്ചുകുട്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കുട്ടീനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതാണ് ആ കൊച്ചുമിടുക്കി ഗൗരി നന്ദ. നമ്മുടെ ആ ഒരു സ്വർണ്ണ കപ്പ് തൃശ്ശൂർക്ക് കൊണ്ടുവരാനായിട്ട് വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളാണ്. 1 അല്ല 2 അല്ല 3 ഐറ്റത്തിലാണ് നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡുമായിട്ട് വന്നത് അല്ലെ. ഏതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്? ഭരതനാട്യം, കുച്ചിപ്പുടി, കേരളം. ഇതാണ് 3 ഐറ്റംസ്. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ് അല്ലെ. ഈ 9ാം ക്ലാസ്സിലെ കുട്ടിയാണ് നമുക്ക് ഈ ഒരു 3 ഐറ്റത്തിനും നമ്മുടെ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുത്തിട്ട് എ ഗ്രേഡുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല, നമുക്കറിയാം. ഒരു ഐറ്റത്തിന് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോഴാണ് 3 ഐറ്റത്തിന് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് അല്ലേ. ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായോ? ഞാൻ 3 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. എൻ്റെ അച്ഛനമ്മയാണ് 7 വരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് മടി കാണിച്ചു തുടങ്ങി. അപ്പോൾ വേറെ മാഷിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മടി കാണിക്കുന്നുണ്ട്, അത്ര അങ്ങനെ മടിച്ചിരുന്നാൽ പോരാന്ന് പറഞ്ഞിട്ട് വേറെ മാഷിന്റെ അടുത്ത് കൊണ്ട് ചേർത്തിയതാണല്ലേ. ഇപ്പോഴത്തെ മാഷിന്റെ പേരെന്താ? ഭരതനാട്യം പഠിപ്പിക്കുന്നത് കലാക്ഷേത്ര അമൽനാഥാണ്. കേരളം പഠിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട സന്തോഷ് ആണ്. കുച്ചിപ്പുടി പഠിക്കുന്നത് ഗീതാ പത്മകുമാർ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി കേരളം തന്നെ 4 ഐറ്റംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ്റെ അമ്മയാണ്. മോഹിനിയാട്ടം നമ്മള് വേറെ മാഷയുടെ അടുത്ത് പോയിട്ടില്ല, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ മൊത്തം നമ്മൾ 5 ഐറ്റംസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് 4 ഐറ്റംസ് ഫോക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഫോക്ക്. എനിക്കൊരു ഡൗട്ട് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുകയാണ്, 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത്രയും ഡാൻസ് പഠിക്കാനുള്ള സമയം എവിടുന്നാ കിട്ടണേ? അത് എങ്ങനെയാ? സാറ്റർഡേ സൺഡേ ആണോ ഡാൻസിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ദിവസം? അങ്ങനെയില്ല, നമ്മള് ഏതെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ കലോത്സവം ആകുമ്പോൾ നമ്മൾ കൂടുതൽ ടൈം ഡാൻസിനായിട്ട് മാറ്റി വെക്കും അല്ലെ. പിന്നെ ഡെയിലി നമ്മൾ വീട്ടിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യലുണ്ടോ? അച്ഛനമ്മയും ഡാൻസേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഓരോ ദിവസം ഇങ്ങനെ പ്രോഗ്രാമുകൾ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു പ്രാക്ടീസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡാൻസിലാണ് നമ്മുടെ ലൈഫ് എന്ന് പറയാം അല്ലെ. ഫുൾ ടൈം ഡാൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ട്, കാരണം അച്ഛനും അമ്മയും കൂടെ ഡാൻസേഴ്സ് ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും ഡാൻസ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ അതും പഠിപ്പും ഒക്കെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്, അതായത് സ്റ്റേറ്റ് കലോത്സവം തുടങ്ങുന്നത് 8ാം ക്ലാസ്സിലാണല്ലോ. കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. 2 എണ്ണത്തിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭരതനാട്യം കേരളം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 ഐറ്റത്തിൽ പോയി, ഇപ്രാവശ്യം 3 ഐറ്റത്തിൽ പോയി. ഇനി അടുത്ത പ്രാവശ്യം 4 ഐറ്റത്തിൽ പോകുന്നുണ്ടോ? ഗ്രൂപ്പും പോകും. ഞങ്ങൾ ജില്ല വരെ പോയിട്ടുണ്ടായിരുന്നു. ആണല്ലേ. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം അത് സ്റ്റേറ്റിലേക്ക് നമ്മൾ 4 ഐറ്റത്തിലേക്ക് പോകാനായിട്ട് നോക്കണം അല്ലേ. അപ്പൊ ആ ഒരു ഋതം പിടിച്ചു പോവാലോ. ഇനി നമ്മൾ സ്റ്റേറ്റ് കലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്, പരിചയമുണ്ട്. ഇപ്രാവശ്യം വീണ്ടും പോയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ കലോത്സവം? ഇപ്പോൾ ഭയങ്കര ടഫായിരുന്നു. ഇപ്പം എല്ലാവരും നല്ല എനർജിയോടെ നല്ല രസമുണ്ടായിരുന്നു. കാണാനായാലും നല്ല ടഫായിരുന്നു കളിക്കാൻ തന്നെ. കേരളം ഞാൻ കോടതി വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മറികടന്നു, ഞാൻ ആ കുട്ടീനെ മറികടന്നു. നല്ല ടഫ് ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി കളിക്കണവരായതുകൊണ്ട് നല്ല. അപ്പോൾ ഓരോ വർഷം കഴിയുന്നോറും ആ ഒരു ടഫാണല്ലേ. ഓരോ പ്രാവശ്യവും അതിങ്ങനെ കൂടുതൽ എന്താ പറയാ, എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്ത് നല്ല ഗ്രേസ്ഫുൾ ആയി കളിക്കുന്ന ആളുകൾ ആണ് ഓരോ ലെവലും കഴിഞ്ഞ് അടുത്ത ലെവലിൽ എത്തുക. അതുകൊണ്ട് തന്നെ ഓരോ വർഷം തോറും അതിങ്ങനെ കൂടുതൽ ടഫായി വരികയാണല്ലേ. അപ്പോൾ കലോത്സവം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത് വീണ്ടും ഇപ്രാവശ്യം പങ്കെടുക്കാനുള്ള ഒരു 2 പ്രാവശ്യം പോകുമല്ലോ. നമ്മൾ എല്ലാ പ്രാവശ്യം കലോത്സവത്തിന് പങ്കെടുക്കുന്ന ഒരു കുട്ടി എന്നുള്ള ഒരു ലേബലിലാണ് സ്കൂളിൽ എല്ലാവരും അങ്ങനെയാണല്ലോ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ 3 ഐറ്റത്തിന് പോയി വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്തു. പോയാത്തേന് നമുക്കറിയാം ഈ വർഷം നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്, സ്വർണ്ണക്കപ്പും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നൊക്കെ? അത് ടീച്ചേഴ്സ് ആണെങ്കിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പഠിപ്പിക്കാനാണെങ്കിലും കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറാറില്ല, ഗ്രൂപ്പിന്റെ പിന്നാലെ ആയിരുന്നു. ഡാൻസ് ആവുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റയ്ക്കൊന്നും എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്ലാസ് കുറെ മിസ്സാവും അല്ലേ? മിസ്സായിണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൾ ആണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നല്ല റിസൾട്ട് ആയിട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഹാപ്പി ആവും അല്ലേ? തൃശ്ശൂരിന് കപ്പ് കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ തൃശ്ശൂർക്കൊക്കെ റൗണ്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു കപ്പ് കൊണ്ടുവരുന്ന ആ ഒരു ഇതിലല്ലേ? അപ്പൊ ഞാൻ കാരണം എല്ലാവർക്കും പോയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അങ്ങനെ നമ്മളിപ്പോ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് അച്ഛനും അമ്മയും കൂടെ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഒന്ന് ചോദിച്ചാലോ? അപ്പൊ ഗൗരി നന്ദയുടെ പാരന്റ്സിനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. പേര് സുനിൽകുമാർ, വില്ലേജ് ഓഫീസറാണ്. ഒപ്പം നൃത്തവും പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യ പ്രിയ, അവളും നൃത്ത അധ്യാപികയാണ്. പിന്നെ അവൾ 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ അരങ്ങേറ്റം ഒരു സോളോ പ്രോഗ്രാമായിരുന്നു. അവൾ 1.5 മണിക്കൂർ കച്ചേരി സോളോ ആയിട്ടാണ് ചെയ്തത്. 3.5 വയസ്സിൽ അല്ല, 3ാം ക്ലാസ്സിൽ പഠിക്കും. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3.5 വയസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങി അല്ലേ? അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുമ്പോൾ മുതലേ ഈ ഡാൻസിന്റെ ഒരു ലോകത്താണ്. അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് 3 വയസ്സ് ആ ഒരു ടൈമിൽ തുടങ്ങി. 3ാം ക്ലാസ്സിൽ സോളോ പെർഫോമൻസ് 1.5 മണിക്കൂർ ചെയ്തു. 1.5 മണിക്കൂർ അരങ്ങേറ്റം. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവളുടെ കാലിബർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഒന്നുമില്ല. അങ്ങനെ ഒപ്പം മത്സരിക്കുന്ന മത്സരാർത്ഥികളോട് പക അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. ഭയങ്കര ഫ്രണ്ട്സാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ലെവൽ പോയപ്പോഴത് ഇപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം അവിടെ പോയതുകൊണ്ട് ഈ വർഷം പോയപ്പോൾ തന്നെ കുറേ അധികം കുട്ടികളെ പരിചയമുണ്ട്. കഴിഞ്ഞ വർഷം അവളോട് എതിരിട്ട കുട്ടികളോടായിട്ട്. പക്ഷെ എല്ലാവരായിട്ടും ഭയങ്കര മിംഗ്ലിംഗ് ആണ്. അവൾക്ക് അങ്ങനെ ഒരു പക ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളല്ല. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളതാണ്. നീ അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് നമ്മൾ ഇപ്രാവശ്യം ഡാൻസ് അവളുടെ ഒരു ടാലൻറ്റ് ഓൾറെഡി അറിയുന്നതാണല്ലേ? 3ാം ക്ലാസ്സിലെ ഈ സോളോ പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ ആർക്കും ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ 1.5 മണിക്കൂർ സോളോ പെർഫോമൻസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ഒരു ടാലൻറ്റ് അന്ന് തന്നെ കാണിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ 3 ഐറ്റത്തിനും പോയിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ സന്തോഷമായി. നല്ലൊരു സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. അവൾ പെർഫോം ചെയ്ത് എ ഗ്രേഡ് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് വൈകി. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഭരതനാട്യം കോർട്ട് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഭരതനാട്യം ഫസ്റ്റായി, കുച്ചിപ്പുടി ഫസ്റ്റായി. പക്ഷേ കേരളതന്നെ ഞങ്ങൾ കോർട്ട് വഴിയാണ് പോയത്. പക്ഷേ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് അറിയാൻ പറ്റിയില്ല. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അവൾ 1ാം ക്ലാസ് തൊട്ടേ സബ് ജില്ല ഫസ്റ്റായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ UP ലെവലിലേക്ക് വന്നത്. UP ലെവലിൽ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും അവൾ ഫസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ 8ാം ക്ലാസ് തൊട്ടേ സ്റ്റേറ്റ് ലെവലിലേക്ക് പറ്റിയത്. പിന്നെ നല്ല നല്ല ഗുരുക്കന്മാരെയാണ് അവൾക്ക് കിട്ടിയത്. നമ്മളിൽ നിന്ന് നമ്മൾ കൊടുത്തത് ഇനി പുതിയ ഐറ്റംസ് കൂടി ആകുമ്പോഴല്ലേ ഒന്നും കൂടി നന്നായിട്ട് അവൾക്ക് കവർ ചെയ്യാൻ കയറി വരാൻ പറ്റുക എന്ന് കരുതിയതുകൊണ്ടാണ് നല്ല ഗുരുക്കന്മാരെ തന്നെ തിരഞ്ഞെടുത്തിട്ട് അവൾക്ക് കൊടുത്തിരിക്കുന്നത്. അമൽനാഥ് കലാക്ഷേത്രം, അതുപോലെ ഗീതാ പത്മകുമാറും, പിന്നെ സന്തോഷ് എടക്കുളം എന്ന് പറഞ്ഞ കേരളനടനത്തിൻ്റെ അധ്യാപനാണ്. മോഹിനിയാട്ടം അവൾ നന്നായി ചെയ്യും. പക്ഷേ അവളുടെ മെലിവ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്നും ഒഴിവാക്കിയതാണ്. പിന്നെ 3 ഐറ്റമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് ഡാൻസ് അരുൺ നമ്പലത്ത് സാറാണ് പഠിപ്പിച്ചിരുന്നത്. വയനാടാണ് ചെയ്തിരുന്നത്. നന്നായി ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്തോ ഭാഗ്യം നമുക്ക് അവിടെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമുക്കത് സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റാണ്ടിരുന്നത്. അടുത്ത പ്രാവശ്യം പോകാൻ പറ്റും. പിന്നെ അവൾക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അത്തം കോമ്പറ്റീഷന് എറണാകുളത്ത് പോയി മത്സരിച്ചിരുന്നു ഈ വർഷം 2024. അതിന് മുന്നും മത്സരിച്ചിരുന്നു. അതുപോലെ കരയോഗം കോമ്പറ്റീഷൻ, ചെറിയ ചെറിയ കോമ്പറ്റീഷനിൽ മത്സരിച്ചിരുന്നു. 49 കുട്ടികൾ ഭരതനാട്യം ചെയ്തിരുന്നു. അതിൽ അവൾ ഫസ്റ്റ് പ്രൈസ് മേടിച്ചെടുത്തു. പിന്നെ സെൻറ്റ് തെരാസ് കോളേജിൽ മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും മത്സരിച്ചിരുന്നു. അതിൽ ലാസ്യ നിപുണ അവാർഡും നാട്യകല
നിധി അവാർഡും അവൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഇപ്രാവശ്യം സ്റ്റേറ്റിലെത്താൻ പറ്റിയില്ല. ഓരോന്നും ഓരോ നാഴികക്കല്ലാണ് അല്ലേ? ഓരോ വർഷവും ഇങ്ങനെ പുതിയ പുതിയ നാഴികക്കല്ല് തീർത്തുകൊണ്ടിരിക്കുകയാണ് മോള്. നിങ്ങൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പണ്ടൊക്കെ? ഇല്ല, എൻ്റെ ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. ഞാൻ ആളുടെ അടുത്ത് നിന്ന് തന്നെയാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എന്നെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ കലാക്ഷേത്ര രേഖാ സാനുവിൻ്റെ അടുത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ നിന്നും വള്ളത്തോൾ കലാപീഠത്തിൽ നിന്നും മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമ എടുത്തു. പ്രാചീൻ കലാകേന്ദ്രയിൽ നിന്നും കൂച്ചിപ്പുടി ഡിപ്ലോമ എടുത്തു. ഇപ്പോൾ ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് കൂച്ചിപ്പുടി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കലാക്ഷേത്ര സുദർശൻ സാറിൻ്റെ അടുത്ത് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. കലാമണ്ഡല കൃഷ്ണപ്രിയ ടീച്ചറുടെ അടുത്ത് മോഹിനിയാട്ടം പഠിക്കുന്നുണ്ട്. ഗീതാ പത്മകുമാർ ടീച്ചറുടെ അടുത്തുനിന്ന് കൂച്ചിപ്പുടിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മോട് തന്നെ ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അമ്മയുടെ അടുത്ത് തന്നെ. അപ്പോൾ അച്ഛനും ഒട്ടും മോശമല്ല. അച്ഛൻ റവന്യൂ അവരുടെ കലോത്സവത്തിൽ, സ്റ്റേറ്റ് കലോത്സവത്തിൽ വിന്നറായിരുന്നു. ഭരതനാട്യത്തിലും ഓട്ടംതുള്ളലിലും ഫസ്റ്റായിരുന്നു അച്ഛൻ. അച്ഛൻ നല്ല നർത്തകനാണ്. അച്ഛൻ അത്ര നല്ല നർത്തകനായതുകൊണ്ടാണ് അമ്മയും അതുപോലെ മകളും ഈ ഒരു ലെവലിൽ എത്തിയത്. യൂണിയൻ കലോത്സവത്തിന് ആള് 3 വർഷമായിട്ട് വിന്നറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടാണ് പഠിച്ചു തുടങ്ങിയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയാ, പുതിയ ലൈഫ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ കരിയറും അവിടെ സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറയാം അല്ലേ? പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് മുതലാണ് അല്ലേ? എനിക്ക് ഭയങ്കര ആദ്യം ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കൂടിയും അതിൻ്റെ ചിലവ് ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ലോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അതൊന്നും പ്രശ്നമില്ല എന്ന് പറയും നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക്, ഞാൻ 7 മാസം വരെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വരെ ക്ലാസ് എടുക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മോനായിരുന്നപ്പോൾ അങ്ങനെ ചെയ്തിരുന്നില്ല. മോളായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു ക്ലാസ് എടുത്ത്. പ്രസവം കഴിഞ്ഞിട്ടും മോള് കുഞ്ഞുനാളിൽ തന്നെ കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഭരതനാട്യത്തിൻ്റെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരയുന്നുണ്ടെങ്കിൽ അവൾ പിന്നെ കരയില്ല. അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ 1.5 അടി വെച്ച് നടക്കില്ല. അപ്പോഴൊക്കെ ആകുമ്പോഴേക്കും മുട്ടി മടിയെടുത്ത് അവൾ തന്നെ വന്ന് ഇന്നിങ്ങനെ ഓരോന്ന് കൊട്ടി ഇരിക്കും. പിന്നെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുമ്പോഴായാലും അവൾ അത് നല്ലോണം ശ്രദ്ധിക്കും. ഞങ്ങൾ രണ്ടുപേരും വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ അവൾ അടിയിൽ നിന്ന് വേദിയിൽ ഒരുവിധം ഞങ്ങൾ പഠിപ്പിക്കുന്ന ഐറ്റംസ് മൊത്തം അവൾ നിന്ന് അടിയിൽ നിന്ന് അവൾക്ക് അറിയാവുന്ന രീതിയിൽ കളിക്കും. പിന്നെ ചെറുപ്പത്തിലെ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞുനാളിലെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 വയസ്സ് തൊട്ട് നമ്മൾ അടവ് പഠിപ്പിക്കാൻ തുടങ്ങി. അടവ് പഠിപ്പിക്കുമ്പോൾ തന്നെ അവൾ അരമണ്ഡലം ഇരിക്കാൻ പറഞ്ഞാൽ മറ്റു കുട്ടികളൊക്കെ നമ്മൾ ബുദ്ധിമുട്ടി ഇരുത്തണം. ഇപ്പം ഞങ്ങളും പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടി നമ്മൾ ഇരുത്തണം. പക്ഷേ ഇവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് അരമണ്ഡലം എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. അതുപോലെ പെർഫെക്ഷൻ ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കറക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പോരാ എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും വയ്യ ടീച്ചറേ എന്ന് പറയുന്നെങ്കിൽ കൂടി മോൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല. പിണങ്ങും എൻ്റെ അടുത്ത്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവളത് മുഴുവനും തിരുത്തി അത് പ്രാക്ടീസ് ചെയ്തിട്ട് അവളത് കാണിച്ചു തരും. നമുക്കതൊക്കെ എന്തൊരു സന്തോഷമാണ് തോന്നണതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്. കറക്ഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് ഭാഗമാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അവളുടെ കഴിവ് നമ്മൾ അറിയണ്ടേ. അതുകൊണ്ട് പൈസ നല്ലോണം ചിലവുണ്ട്. നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ അവളെ ദൂരെ അങ്കമാലിയിൽ പെരുമ്പാവൂരാണ് ഗീത ടീച്ചറുടെ വീട്. സാറ് കോഴിക്കോട്ടുള്ളതാണ്, അമൽനാഥ് സാറ്. സന്തോഷ് സാറ് ഇരിങ്ങാലക്കുടയാണ്. എങ്കിൽ കൂടിയും രാത്രിയാണ് ചിലപ്പോൾ ഞങ്ങൾ 12 മണിക്കൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് വരിക തിരിച്ച്. ടീച്ചറുടെ ഒഴിവ്, ടീച്ചർ അത്രയും പ്രഗത്ഭയാണ്. സാറായാലും അതെ. അപ്പോൾ അവരുടെ അടുത്തുനിന്നൊന്നും ഒരു ദിവസത്തെ ക്ലാസ് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ പോയി തിരിച്ചു വരുന്നത്. അവളുടെ കഴിവ് കണ്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത് തന്നെ. ഇനി മകന്റെ കാര്യം പറയുകയാണെങ്കിൽ മകന് ചെറുപ്പത്തിൽ നല്ലോണം ഡാൻസ് കളിക്കുമായിരുന്നു. കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട്. പക്ഷേ എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവനെ പാട്ടിലേക്കാണ് വിട്ടത്. പക്ഷെ അവന് ഡാൻസ് ആണെങ്കിൽ ഒന്നുകൂടി നന്നായി കളിച്ചേന്, നല്ല മുദ്രയൊക്കെ പിടിച്ച് ചെയ്യും. പക്ഷേ ഞങ്ങൾ എന്നിട്ട് മൃദംഗം പഠിപ്പിച്ചു കിരൺ സാറിൻ്റെ അടുത്ത്. കലാമണ്ഡല കിരൺ സാറിൻ്റെ അടുത്താണ് മൃദംഗം പഠിച്ചിരുന്നത്. പാട്ടും പഠിച്ചിരുന്നു ഇവർ രണ്ടുപേരും. കലാമണ്ഡല സുപ്രഭ ടീച്ചറുടെ അടുത്താണ് പഠിച്ചിരുന്നത്. പക്ഷേ ഇനി അത് തുടർന്ന് കൊണ്ടുപോകാൻ എല്ലാം കൂടി ഒരുമിച്ച് പറ്റുന്നില്ല. അതുകൊണ്ടാണ്
ഒരു കലാകുടുംബമാണ്, എല്ലാവരും കലയിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നിങ്ങളെല്ലാം കൂടിയാണ്. ഹസ്ബൻഡ് നന്നായി വരയ്ക്കും, പാടും ചെയ്യുകയാണ്. അങ്ങനെ ഓരോ കുട്ടികളുടെയൊക്കെ പടം വരച്ചിരിക്കുന്ന കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പുസ്തകം ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴാണ് അറിയണേ. നന്നായി വരയ്ക്കും. പിന്നെ ആള് നന്നായി പഠിക്കും. നല്ല ഫുൾ മാർക്കാണ് മാത്സിലൊക്കെ, ഫുൾ മാർക്കാണ്. നല്ലൊരു അധ്യാപകനും കൂടിയാണ് ആള്. കെമിസ്ട്രി, മാത്സാണ് മെയിൻ, ഹിന്ദി, കെമിസ്ട്രി, ഫിസിക്സ് അതൊക്കെ നല്ലൊരു അധ്യാപകനും കൂടിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ കഴിവായിരിക്കാം അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളായാലും കുറേ നേരം ഇരുന്ന് ബുദ്ധിമുട്ടി പഠിക്കണതൊന്നും അതിന് സമയം കിട്ടാറില്ല. പക്ഷെ കുറച്ച് സമയമാണെങ്കിൽ കൂടി അവൾ അങ്ങനെ പഠിച്ചെടുക്കാറുണ്ട്. ഇപ്പൊ പറഞ്ഞ മേക്കപ്പ് ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ മോനും മൃദംഗം ഉണ്ട്. അങ്ങനെ എല്ലാവരും അപ്പോൾ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഈ എല്ലാ കഴിവും ചേർത്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ പെർഫോം ചെയ്തിട്ടുണ്ട്? അങ്ങനെ ചെയ്യാറുണ്ടോ? അത് കഴിഞ്ഞ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, റവന്യൂ കലോത്സവത്തിൽ ഞാൻ ഓട്ടംതുള്ളൽ ഞാൻ അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ പിന്നണിയിലൊക്കെ ഇവർ തന്നെയാണ്. പാട്ട് പാടിയത് മോളും, അത് ഏറ്റുപാടിയത് വൈഫും, പിന്നെ മൃദംഗം വായിച്ചത് മകനുമായിരുന്നു. അത് വലിയൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഡാൻസിൽ അതുപോലെ നിങ്ങൾ 3 പേരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഞങ്ങൾ 3 പേരും പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പം അടുത്ത് തന്നെ ചെയ്തിരുന്നു. ആണല്ലേ? കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം. ഇതൊക്കെ ശരിക്കും അപൂർവമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഫാമിലി മൊത്തം ചേർന്നിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക, എല്ലാവരും അതിൽ ഒരുമിച്ച് പങ്കുചേരുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഭാഗ്യമാണ്. നല്ല രസമായിരിക്കും അത് കാണുന്നതാണെങ്കിലും. കലോത്സവത്തിന് വേണ്ടി ഒരു ഡാൻസ് പഠിക്കുക, അതിനു വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല. അത് അവൾക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ അത്രയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിനും ഇപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യ, കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയെ വിഷമിക്കണ്ട, ഞാൻ കയറി കളിക്കാം. കുഞ്ഞുനാളിൽ തൊട്ടേ അങ്ങനെ തന്നെയാണ്. വർണ്ണമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു വർണ്ണം വൃത്തിയായി ചെയ്യാൻ പറ്റുള്ളൂ, ഒരു 10 മിനിറ്റ്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് അയ്യോ വയ്യ ടീച്ചറേന്ന് ചിലപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി അവൾ ആ സമയം, നമുക്ക് ഗ്യാപ്പ് വരരുതല്ലോ, പ്രോഗ്രാം നന്നാവണ്ടേ, അങ്ങനെ അവൾ കയറി കളിക്കും. അത് ഒരെണ്ണമൊന്നുമല്ല. ഇപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത പ്രോഗ്രാമിനും വേറെ കുട്ടികൾക്ക് വയ്യെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടണില്ല നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പറ്റില്ല എന്ന് അവൾ പറയില്ല. അതിൽ കയറി അവൾ അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മേക്കപ്പിനായാലും അത് എല്ലാ കുട്ടികളും മേക്കപ്പ് ചെയ്തിട്ട് കയറ്റുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ ഒപ്പം വന്ന് ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഭയങ്കര സഹായമാണ്. പിന്നെ ക്ലാസ് എടുക്കാനും അതെ കേട്ടോ. ക്ലാസ് ഇപ്പം ഞങ്ങൾ 2 പേരും വീട്ടിലില്ലെങ്കിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാനും അതെ അവളെ ഡീൽ ചെയ്തോളും. ഞങ്ങൾ ഇത്തിരി വൈകിയാലും അതുവരെയ്ക്കും അവള് മാനേജ് ചെയ്യും അല്ലേ? ചെയ്യും. ഇപ്പം ഞങ്ങൾ കൂടൽമണിക്ക് ക്ഷേത്രത്തിൽ ഞങ്ങൾ 2 പേരും പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ പിന്നണിയിൽ നട്ടുവാങ്ങം ചെയ്തത് മോളായിരുന്നു. നല്ല അപ്രിസിയേഷൻ കിട്ടി. ഒരുപാട് നൃത്ത അധ്യാപകർ വന്ന് അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മൊത്തം ചേർന്ന് ഇപ്പം നമ്മൾ കലോത്സവത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയതാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ? കലോത്സവം സ്റ്റേറ്റ് ലെവലിൽ പോയി എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുക അത് ഒരു ചെറിയ കാര്യമാണോ എന്ന്. കാരണം അത്രയും അതിനേക്കാൾ അധികം എന്താ പറയുക, ഫാമിലി മൊത്തം ചേർന്ന് എല്ലാവരും ചേർന്ന് പെർഫോം ചെയ്യുന്നതൊക്കെ വളരെ വലിയൊരു കാര്യമായിട്ടാണ്. മോനും കൂടെ ഒരു കുറവുണ്ട്, ആളും കൂടെ അവിടെ ഉണ്ടെങ്കിൽ. മോൻ്റെ പേരെന്താ? അവൻ്റെ പേര് നന്ദകിഷോർ. അവനിപ്പോൾ നഴ്സിങ്ങിന് പോകാൻ നിൽക്കുകയാണ്, പോളണ്ടിൽ പോകാൻ നിൽക്കുക ആണല്ലേ? അടുത്ത മാസം പോകും അല്ലേ? ഓക്കെ. അപ്പം പിന്നെ ഒരു ഗ്യാപ്പ് വരും, നമ്മുടെ ഫുൾ ഫാമിലി ചേർന്ന് സ്റ്റേജിൽ കയറുന്നതിനൊരു ഗ്യാപ്പ് വരും അല്ലേ? പിന്നെ ഇനി വെക്കേഷൻ വരണവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുപാട് പെർഫോമൻസസ് ഇനിയും ചെയ്യാനായിട്ട് പറ്റട്ടെ, ഇനിയും ഒരുപാട് നിങ്ങളുടെ പേര് ഉയർന്ന് കേൾക്കാനായിട്ട് പറ്റട്ടെ. മോള് നിങ്ങൾക്ക് ശരിക്കും അഭിമാനത്തോടു കൂടിയാണ് ഇവർ പറയുന്നത് മോളെ പറ്റിയിട്ട്. അപ്പോൾ അവരുടെ അഭിമാനം ഇനിയും കൂട്ടാനായിട്ട് മോൾക്കും പറ്റട്ടെ. കലോത്സവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ പറഞ്ഞു 3 ഐറ്റത്തിന് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് A ഗ്രേഡ് വാങ്ങിയിട്ടുള്ള കൊച്ചുമിടുക്കിയാണ്. അടുത്ത വർഷം ഇനിയും കൂടുതൽ ഐറ്റംസിന് പോകാൻ പറ്റട്ടെ. ഇനി നമുക്ക് 2-3 വർഷം കൂടെ കലോത്സവം ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ വർഷം ഇതുപോലെ പുതിയ മൈൽ സ്റ്റോൺ ഉണ്ടാക്കാനായിട്ട് പറ്റട്ടെ. കലോത്സവത്തിന് പുറത്താണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇവരുടെ ഒരു ഫാമിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഇവരുടെ ആ ഒരു സപ്പോർട്ട് ഇവർ പറയുന്ന സമയത്ത് തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടാണെങ്കിലും ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നത്, മക്കൾക്ക് കൊടുക്കുന്നത്, അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് ആ ഒരു പെർഫോമൻസിന് വേണ്ടി കലയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ലൈഫിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, അത് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇനിയും ഒരുപാട്
ഇപ്രാവശ്യം നിങ്ങളുടെ പേര് ഉയർന്ന് കേൾക്കട്ടെ, ഞങ്ങൾക്കും അത് കേട്ടിട്ട് സന്തോഷിക്കാൻ അഭിമാനിക്കാൻ പറ്റട്ടെ. മോഹിനിയാട്ടത്തിൽ ഞങ്ങളുടെ കുട്ടിക്ക് തന്നെയാണ് തൃശ്ശൂർ ജില്ല ഫസ്റ്റ് ആ. സംസ്ഥാന സെന്റ് ആൻഡ് സ്കൂളിലെ ഗായത്രി അല്ലേ, ഗായത്രിയുടെ മാഷും കൂടിയാണല്ലേ. അപ്പോൾ അതും നമുക്ക് സന്തോഷമാണ്, നമ്മുടെ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പോകും. നമ്മുടെ മോള് പോകുന്ന പോലെ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള സിസ്റ്റർ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. സിസ്റ്റർ, നമ്മുടെ കുട്ടിയാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് 3 ഐറ്റത്തിൽ എ ഗ്രേഡും ആയിട്ട് വന്നു. വരുമ്പോൾ കപ്പുമായിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു സ്വർണ്ണ കപ്പിന് വേണ്ട വലിയൊരു പോയിന്റ് കൊടുക്കാനായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ഗൗരി നന്ദയ്ക്ക് സാധിച്ചു. സിസ്റ്ററുടെ സന്തോഷം എങ്ങനെ പങ്കുവെക്കണം? ഞങ്ങൾക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഗൗരി നന്ദ വി കുച്ചിപ്പിടി, ഭരതനാട്യം, കേരള നടനം 3 ഐറ്റമിന് സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ് ലെവലിൽ എത്തി. അതിൻ്റെ ഒരു വലിയൊരു ലെവലിൽ എത്തി, സ്റ്റേറ്റ് ലെവലിൽ എത്തി എന്നുള്ളത് വലിയൊരു അഭിമാന നിമിഷമാണ്. സ്കൂളിന് വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണിത്. നമുക്കറിയാം ഈ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിന്റെ പോയിട്ട് സ്വർണ്ണ കപ്പ് തൃശ്ശൂരിലേക്ക് എത്തുന്നത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അതിനൊരു ഭാഗമാവാൻ കൂടെ നമുക്ക് സാധിക്കുകയാണ്, നമ്മുടെ സ്കൂളിനും സാധിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിൽ നല്ല അഭിമാനമുണ്ട്. നമ്മുടെ വിദ്യാലയം ഇതിൽ ഭാഗഭാഗങ്ങളായതുകൊണ്ട്. Green Life Art Hub between Kottapuram Shiva Temple and Vaididi Bhavan, Thrissur. Call 8129715520.